ഞാൻ ഈ വിഷയത്തിൽ രാഷ്ട്രീയ പകപോക്കലുണ്ട് എന്നൊരു അഭിപ്രായക്കാരനാണ്. അതേസമയം ഈ കേസിൻ്റെ 100% എന്ന രീതിയിൽ നമ്മൾ മാർക്കിട്ടാൽ ഒരു 20%-ഓളം സാങ്കേതികമായി വീഴ്ച എക്സാലോജിക് എന്ന കമ്പനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രണ്ട് വാദങ്ങളും ഞാൻ ആദ്യമേ തന്നെ പറയാം. എന്തുകൊണ്ടാണ് ഇതിൽ രാഷ്ട്രീയ പകപോക്കലുണ്ട് എന്ന് ഞാൻ പറയുന്നത്? രണ്ട് മൂന്ന് കാരണങ്ങളാലാണ്. ഒന്ന്, നിലവിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആക്റ്റും പറഞ്ഞിരിക്കുന്നത് പോലെ CMRL-നും എക്സാലോജിക്കും തമ്മിലുള്ള ഒരു ഇടപാടാണ് ED-യുടെയോ CBIയുടെയോ അന്വേഷണത്തിലേക്ക് പോകേണ്ടത് എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നത് സാങ്കേതികമായി ശരിയല്ല. കാരണം അതിനുള്ളൊരു അവകാശം ROCക്കില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അർത്ഥസത്യങ്ങളെയോ അല്ലെങ്കിൽ പൂർണ്ണ അസത്യങ്ങളെയോ പ്രചരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രചരണ രീതി നമ്മുടെ നാട്ടിലുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ROC കണ്ടെത്തിയിരിക്കുന്നത്? ഇപ്പോൾ നമുക്ക് വൈകിയാണ് ഈ റിപ്പോർട്ട് കിട്ടിയത്. ROC റിപ്പോർട്ടിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോരോ വയലേഷൻസായി എടുത്ത് നമ്മൾ കമ്പനീസ് ആക്ട് വഴി പരിശോധിക്കുകയാണെങ്കിൽ തികച്ചും സാങ്കേതികമായ ചില വീഴ്ചകൾ അത് തന്നെ ROCയുടെ താല്പര്യപ്രകാരം, ROCയുടെ അഭിപ്രായപ്രകാരം റിവോക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഡോർമൻസി സ്റ്റാറ്റസ് റിവോക്ക് ചെയ്താൽ അസ്തമിച്ചു പോകുന്നതാണ്. ഇതിൽ പകുതിയിലധികം കുറ്റകൃത്യങ്ങളും. കാരണം ഇപ്പോഴും കമ്പനി ഡോർമൻസി സ്റ്റേജിലാണ്. ഡോർമൻസി സ്റ്റേജ് റിവോക്ക് ചെയ്താൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിൽക്കില്ല. ഒരേ ഒരു വകുപ്പിലെ ലംഘനം മാത്രമേ നിലനിൽക്കൂ. അപ്പോൾ തികച്ചും സാങ്കേതികമായ ലംഘനം ഈ കേസിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പറയുന്നു. പക്ഷേ അത് CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട വലിയൊരു അഴിമതിയുടെ ഇടപാടായി വ്യാഖ്യാനിക്കാൻ കഴിയുമോ എന്നതാണ് പ്രശ്നം. അവിടെയാണല്ലോ പ്രചരണം ഉണ്ടാവുന്നതും. ഇപ്പോൾ എക്സാലോജിക് എന്ന കമ്പനിക്ക് സാങ്കേതികമായൊരു പിഴവ് പറ്റിയാൽ അതൊരു രാഷ്ട്രീയ പ്രചരണായുധമാക്കി മാറ്റേണ്ടതില്ല. അപ്പോൾ സാങ്കേതികമായി സംഭവിച്ച പിഴവിനെ ഒരു രാഷ്ട്രീയ പ്രചരണ വിഷയമാക്കി മാറ്റുന്നു എന്നതാണ് എൻ്റെ കണ്ടൻഷൻ. ഇത് ഞാൻ പറയുന്നത് ഒന്ന് രണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മളുടെ വാർത്താമണ്ഡലത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയം CMRL-ന് എന്ത് സേവനമാണ് എക്സാലോജിക്ക് നൽകിയിരിക്കുന്നത് എന്ന് ROCയുടെ മുൻപാകെ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നാണ്. യഥാർത്ഥത്തിൽ ROCക്ക് രണ്ട് സ്വതന്ത്ര കമ്പനികളുടെ നിയമപരമായ ഒരു വ്യവഹാരത്തിനുള്ളിൽ കയറി അന്വേഷിക്കാൻ, സേവനം എന്തു നൽകിയെന്ന് അന്വേഷിക്കാനുള്ള ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിന് ROC കണ്ടെത്തുന്ന കമ്പനി ആക്ടിലെ വകുപ്പ് എന്ന് പറയുന്നത് ആക്ടിലെ 188 എന്ന് പറയുന്ന വകുപ്പാണ്. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എന്നാണ് 188 പറയുന്നത്. എന്താണ് അതിലെ ആദ്യ വാചകമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എക്സെപ്റ്റ് വിത്ത് ദി കൺസെന്റ് ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഗിവൺ ബൈ എ റെസൊല്യൂഷൻ അറ്റ് എ മീറ്റിംഗ് ഓഫ് ദ ബോർഡ്. ഈ ഡയറക്ടർ ബോർഡിൻ്റെ റെസൊല്യൂഷൻ പ്രകാരമല്ലാതെ ഏതെങ്കിലും തരത്തിൽ മറ്റു സേവനങ്ങൾ ആവശ്യപ്പെടുകയോ സെയിൽ ഡീഡ് പർച്ചേസ് ചെയ്യുകയോ അതല്ലെങ്കിൽ ലീസിംഗ് ഓഫ് പ്രോപ്പർട്ടിയിലേക്ക് പോവുകയോ അവൈലിംഗ് ഓഫ് റെൻഡറിംഗ് ഓഫ് എനി സർവീസ് ഉണ്ടാവുകയോ ചെയ്താൽ ഇടപെടാൻ സാധിക്കും ROCക്ക്. ചോദ്യം ഇതാണ്, CMRL-ൻ്റെ ബോർഡിൻ്റെ തീരുമാനമാണോ അല്ലയോ എന്നുള്ള ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ആണ് ഇവിടെയുള്ളത്. CMRL-ൻ്റെ ബോർഡ് തീരുമാനിച്ചാണ് 135 കോടി രൂപയുടെ ഡൊണേഷൻ നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 188-ൽ എങ്ങനെ അട്രാക്ട് ചെയ്യും ROC? അതുകൊണ്ടാണ് ROC ഏറ്റവും ഒടുവിൽ കുറ്റങ്ങൾ കണ്ടെത്തുന്നതിൽ നിന്ന് 188-ൽ നിന്ന് വളരെ ഭംഗിയായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. പകരം 455-ലേക്ക് പോകുന്നു. എന്താണ് 455? ഡോർമൻസി സ്റ്റാറ്റസിനെ പാലിക്കേണ്ടിയിരിക്കുന്ന നിബന്ധനകളാണ്. അതിലാണ് നേരത്തെ സ്മൃതി പരുത്തിക്കാടും ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ രണ്ട് പ്രധാനപ്പെട്ട വീഴ്ചകൾ എക്സാലോജിക് എന്ന കമ്പനിക്ക് വന്നിരിക്കുന്നു. എന്താണ് ആ രണ്ട് പ്രധാനപ്പെട്ട വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നത്? ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ടാക്സ് ലയബിലിറ്റി ഉണ്ട് എങ്കിൽ ഉണ്ടെന്ന് രേഖപ്പെടുത്തണമായിരുന്നു. പക്ഷേ ഒരു ഫാൾസ് ഡിക്ലറേഷൻ നൽകിയിരിക്കുന്നു. എപ്പോൾ നൽകിയിരിക്കുന്നു? ഡോർമൻസി സ്റ്റാറ്റസ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫയലിംഗിൽ നൽകിയിരിക്കുന്നു. ഫോം കൊടുക്കുമ്പോൾ നൽകിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ടാക്സ് ലയബിലിറ്റി 42 ലക്ഷം രൂപയുണ്ട് എന്ന് മറച്ചു വെച്ചത് സാങ്കേതികമായ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് വേണമെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയാം. ഇതാണ് സാങ്കേതികമായ ഒരു വീഴ്ച. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? മറ്റേതെങ്കിലും അന്വേഷണം ഈ കമ്പനി നേരിട്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു. ഈ കമ്പനി ഈ 2021-ൽ ഇത്തരത്തിലൊരു അന്വേഷണത്തിന് വേണ്ടിയുള്ള സമൻസ് കിട്ടിയിട്ടുണ്ടെന്നും ROCയുടെ സമൻസ് പ്രകാരം 2022 7-ാം മാസത്തിൽ വീണ വിജയൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുൻപാകെ ഹാജരായിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ വിവരം ഡോർമൻസി സ്റ്റാറ്റസിന്റെ ഈ ഫോമിൽ കൊടുക്കാഞ്ഞത് എന്താണ്? ഈ രണ്ടു പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് സാങ്കേതികമായി എക്സാലോജിക് കമ്പനി ഇനി വിശദീകരിക്കാനുള്ളത്. അത് വിശദീകരിക്കേണ്ടത് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിലാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്ന രണ്ടു പ്രധാനപ്പെട്ട വീഴ്ചകൾ. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ രാഷ്ട്രീയ പ്രചരണായുധമാക്കി ഉപയോഗിക്കുന്ന CMRL-ഉം എക്സാലോജിക്കും എന്ന കമ്പനിയോ പ്രേക്ഷകർ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 135 കോടി രൂപയുടെ ടാക്സ്
എക്സംഷനുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെറ്റിൽമെന്റ് ബോർഡ് തീരുമാനിച്ചത്. അതിൽ 1.72 കോടി രൂപയാണ് വീണയും എക്സാലോജിക് കമ്പനിയും ഒരുമിച്ച് കൈപ്പറ്റിയിരിക്കുന്നത്. ഇതിൽ വീണ കൈപ്പറ്റി 55 ലക്ഷം രൂപയ്ക്ക് ROCക്ക് പരാതിയേ ഇല്ല. കാരണം ROCക്ക് ആ പരാതി അന്വേഷിക്കാൻ കഴിയില്ല. അപ്പോൾ അന്വേഷിക്കുന്നത് എന്താണ്? 1.17 കോടി രൂപയുടെ വ്യവഹാരം മാത്രമാണ് അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തിൽ CMRL കമ്പനിയുടെ ബോർഡ് കൂടിയാണ് ഈ സേവനം ആവശ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ 188 പ്രകാരം ROCക്ക് അന്വേഷിക്കാൻ കഴിയില്ല. ദിസ് ഈസ് മൈ പോയിന്റ്. അങ്ങനെ ROCക്ക് അന്വേഷിക്കാൻ കഴിയാത്തൊരു വിഷയത്തെ വാർത്താ പ്രചരണമാക്കുമ്പോഴാണ് രാഷ്ട്രീയ പകപോക്കൽ എന്ന എൻ്റെ ആർഗ്യുമെന്റ് നിലനിൽക്കുന്നത്. ഇതാണ് എൻ്റെ ആദ്യഘട്ടത്തിലെ ആർഗ്യുമെന്റ്. ഇത് രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് പറയാനുള്ള ആർഗ്യുമെന്റ്. ഇതിൽ വളരെ കൗതുകകരമായ ഒരു കാര്യം കൂടിയുണ്ട്. ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിരിക്കുന്നത് വീണയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതും ഈ അന്വേഷണത്തിന്റെ ഭാഗമാക്കണമെന്ന് ROC ബാംഗ്ലൂർ ആവശ്യപ്പെടുന്നുണ്ട്. നോക്കൂ, ഇതിൽ ഏതൊക്കെ തരത്തിലാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? CMRLുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വാർത്തയിൽ നമ്മൾ കാണാതെ പോയൊരു ഭാഗമുണ്ട്. നോക്കൂ, ഇതാണ്. ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് ദ സ്കെയിൽ ഓഫ് ദി ഡൂബിയസ് ട്രാൻസാക്ഷൻസ് മേ ബി മച്ച് ലാർജർ ഇൻ CMRL, not in Exalogic. In CMRL, considering its range of operations and transactions with third parties, bar political and government functionaries as alleged, and hence detailed inspection is necessary against CMRL. Why? എന്തുകൊണ്ടാണ് CMRLനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടു എന്നൊരു വാർത്ത വരാത്തത്? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. CMRLനെതിരെ അന്വേഷണം ആവശ്യപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ്? CMRLിലെ നടത്തിയിരിക്കുന്ന ദുരൂഹമായ ഇടപാടുകൾ, പാർട്ടി രാഷ്ട്രീയ നേതാക്കൾക്ക് പണം കൊടുത്തിരിക്കുന്നതടക്കം ROC അന്വേഷണത്തിൽ ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നില്ല? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, രാഷ്ട്രീയ പകപോക്കലാണ്. സെലക്റ്റീവായ ലീക്കേജ്, സെലക്റ്റീവായ റിപ്പോർട്ടിംഗ് രാഷ്ട്രീയ പകപോക്കലാണ് എന്നതാണ് എൻ്റെ ആർഗ്യുമെന്റ്. എന്നാൽ എക്സാലോജിക്കിന് സാങ്കേതികമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷിക്കേണ്ട വിഷയമാണ്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് പറഞ്ഞ് ഞാൻ നിർത്താം. ഇതിൽ നിലവിൽ EDക്കും CBIക്കും ഈ കേസ് അന്വേഷിക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. EDക്ക് PMLA ആക്ട് പ്രകാരമാണ് കേസ് അന്വേഷിക്കാൻ കഴിയുക. ROCക്ക് PMLA ആക്ട് പ്രകാരം അന്വേഷിക്കാൻ കഴിയില്ല. പക്ഷെ കഴിയുന്നത് എപ്പോഴാണ്? 447, 448, 449 കമ്പനി നിയമങ്ങളുടെ വയലേഷൻ ഉണ്ടെങ്കിൽ അതൊരു ഷെഡ്യൂൾഡ് ഒഫൻസ് ആവുന്ന ഘട്ടത്തിൽ EDക്ക് ഹാജരാകാം, EDക്ക് ലാൻഡിംഗ് നടത്താം. പക്ഷേ അങ്ങനൊരു ഷെഡ്യൂൾഡ് ഒഫൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നല്ല, അങ്ങനെ റിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരം മാത്രമേ ROCക്കുള്ളൂ. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. അപ്പോൾ മാത്രമാണ് EDക്ക് ഈ വിഷയത്തിൽ കടന്നു വരാൻ സാധിക്കുക. ഇനി വളരെ സിമ്പിളായി പ്രേക്ഷകരോടുള്ള എൻ്റെ ചോദ്യം ഇതാണ്. കർണാടക ഇപ്പോൾ ഭരിക്കുന്നത് ആരാണ്? കോൺഗ്രസ് സർക്കാരാണ്. ഈ കേസിൽ EDയുടെയോ അതല്ല CBIയുടെയോ അന്വേഷണം ആവശ്യപ്പെടണമെങ്കിൽ, പോട്ടെ, EDയുടെ അന്വേഷണം ആവശ്യപ്പെടണമെങ്കിൽ കർണാടക പോലീസിൻ്റെ ഒരു കേസ് അവിടെ ചാർജ് ചെയ്താൽ മതി. കർണാടകയിലാണ് എക്സാലോജിക് പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ട് കോൺഗ്രസ് അത് ചെയ്യുന്നില്ല എന്നതാണ് എൻ്റെ ഒരു ചോദ്യം. രാഷ്ട്രീയമായി തിരിച്ചുള്ളൊരു ചോദ്യം അതാണ്. നമുക്കത് അടുത്ത ഘട്ടത്തിൽ വിശദമായി നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാനത് അവസാനിപ്പിക്കുന്നു. EDക്കോ CBIക്കോ നേരിട്ട് ലാൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു പോർഷനും ഈ വിഷയത്തിലില്ല. എന്നാൽ അതേസമയം രാഷ്ട്രീയ പകപോക്കലായി ഈ കേസിൻ്റെ സാങ്കേതികത്വത്തെ മുൻനിർത്തി സെലക്റ്റീവ് ലീക്കേജും സെലക്റ്റീവ് റിപ്പോർട്ടിംഗ് വഴി ഉപയോഗിക്കുന്നുണ്ട് എന്നതും വാസ്തവമാണ് എന്നതാണ് ആദ്യഘട്ടത്തിലെ എൻ്റെ വാദം. നികേഷ് കുമാർ. Meet the editors.